അവിടെ ഇന്ന് ആ 3 ഫേസ് കേബിൾ അഴിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യം വളരെ പ്രാദേശികമായ കാര്യമാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇനി ഒരു മിനിറ്റ് ഞാൻ എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് ഈ പാനലുമായിരിക്കുന്നതെന്ന് അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഞാൻ അങ്ങയോട് 2 തവണ ചോദിക്കുകയും ആ 2 ചോദ്യങ്ങൾക്ക് പൂർണ്ണമായ ഉത്തരം പറയുകയും ചെയ്തത്. അതിനുശേഷം ഓരോ തവണയാണ് ഞാൻ മറ്റെല്ലാ പാനലിസ്റ്റുകളിലേക്ക് പോയത്. AKG സെന്ററിന് ഒരാളെ തരാറുള്ളൂ, AKG സെന്ററിന് ഒരാളെ ചർച്ചയ്ക്ക് കൊടുക്കാറുള്ളൂ. നിങ്ങൾക്ക് UDFന്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ തുടക്കത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരാളെ വേണമോ? അല്ല, മാധുവിന് അങ്ങനെ വേണമെങ്കിൽ അവിടെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഒരാളെ വേണമോ? അതെന്താ ഞങ്ങളോട് ചോദിക്കാറുള്ളത്? ശ്രീ SK സജീഷ്, ഒരു സമയത്ത് ലോക്കപ്പ് മരണങ്ങൾ വലിയ ചർച്ചയായ സമയത്താണെന്ന് തോന്നുന്നു. പഴയ സർക്കാരിന്റെ പ്രേതാവേശമുണ്ട് ചില ഉദ്യോഗസ്ഥർക്ക് എന്നൊരു പരാമർശം ഭരണാധികാരികൾ നടത്തിയത്, മുഖ്യമന്ത്രി തന്നെ അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. പോലീസിൽ സംഘബന്ധമുള്ളവരുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞത് LDFലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു. ഇതിപ്പോ കൊല്ലം 9 കഴിഞ്ഞിരിക്കുന്നു, ഒരൊറ്റ വർഷം തികച്ചില്ല അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ഇന്നലെ പറഞ്ഞത് അടുത്ത മെയ് വരെ ഇതുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ സിസ്റ്റം നന്നാക്കാൻ മറ്റാളുകൾ വരും എന്നാണോ, അതോ ഈ 9 വർഷം കഴിഞ്ഞിട്ട് നിലനിൽക്കുന്ന ഭൂതവും പ്രേതവും ഒക്കെ ഏതാണ് എന്ന തിരിച്ചറിവുണ്ടായിട്ടുണ്ടാകുമോ? അല്ല, 9 വർഷവും കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഭൂതവും പ്രേതമൊന്നുമല്ല. അതായത് പല രാഷ്ട്രീയവും അതുപോലെ തന്നെ ഈ ഗവൺമെന്റിനോട് വിരോധവും എല്ലാം വെച്ച് പുലർത്തുന്ന പലരും ഈ സിസ്റ്റത്തിനകത്തുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. അത് സർവകലാശാലയുടെ വൈസ് ചാൻസലർമാരെല്ലാം സ്വീകരിക്കുന്ന നിലപാട് പരിശോധിച്ചാൽ നമുക്കറിയില്ലേ അവർ ഈ സിസ്റ്റത്തിനൊപ്പമാണോ പ്രവർത്തിക്കുന്നത്? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കണം എന്നുള്ളതാണോ അവരുടെ നിലപാട്? അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് അത്തരത്തിൽ കാര്യങ്ങളെ കാണുന്നതിൽ അർത്ഥമൊന്നുമില്ല. പലരുമായ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഇടപെടുന്ന ആളുകൾ ഉൾപ്പെടെ ഉണ്ടാകാം. അതിനെയെല്ലാം പൊതുവായി നിയന്ത്രിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നു എന്നത് തന്നെയാണ് ഈ സർക്കാരിന് ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നതിൻ്റെയും സാഹചര്യം അത് തന്നെയാണ്. പിന്നെ ഒരു കാര്യം ഇതിലൂടെ ഇവർ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്താണ്? ഒരു വൈകാരികമായി അവതരിപ്പിക്കുക. ചർച്ചയ്ക്ക് ലക്ഷ്യമുണ്ടായേക്കാം. അതുകൊണ്ടാണല്ലോ UDFന്റെ രാജു P നായർ തീരെ പ്രാപ്തിയില്ലാത്ത ആളായതുകൊണ്ടായിരിക്കും അപ്പുറത്ത് ഒരു UDFന്റെ 2 പ്രതിനിധിയെ വെച്ചുകൊണ്ട് ഈ പാനൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ താല്പര്യം ആയിക്കോട്ടെ. അവർക്കൊക്കെ വൈകാരികമായി ഒരാൾ അവതരിപ്പിക്കുന്നത് കുറഞ്ഞു പോയാൽ അല്പം കൂടി വൈകാരികമായി മറ്റൊരു UDFന്റെ പ്രതിനിധിക്ക് അവതരിപ്പിക്കാം. അതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയം, നിങ്ങൾ ഉൾപ്പെടെ എങ്ങനെയാണ് വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നതിൻ്റെ രീതി, ആ രീതി നിങ്ങൾ തുടർന്നോളൂ. ഞങ്ങൾ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇവിടെ പറഞ്ഞ് വരുന്നത് എന്താണ്? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല മോശം, സ്കൂളുകൾ മോശം. നേരത്തെ മുമ്പ് ഉണ്ടായ ഒരു സംഭവം ഇപ്പോൾ എടുത്തു പറയുന്നു. ഒരു സ്കൂളിൽ പാമ്പ് കടിയേറ്റ സംഭവം. ആ പാമ്പ് കടിയേറ്റ സംഭവത്തിന് ശേഷം ആ സ്കൂൾ ഇപ്പോൾ ഏത് നിലവാരത്തിലാണ് എന്ന് കുറ്റം പറയുന്ന ആളുകൾ പരിശോധിച്ച് നോക്കണം. ഏറ്റവും മികച്ച രീതിയിൽ ആ സ്കൂളിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ സ്കൂളുകൾ, ആ സ്കൂളുകൾക്കുണ്ടായ മാറ്റം എന്താണ്? നമ്മൾ പഠിക്കുന്നത് പോലെയുള്ള പൊതുവിദ്യാലയങ്ങളാണോ ഇന്ന് കേരളത്തിലെ സ്കൂളുകൾ? ഇവിടെ MT വാസുദേവൻ നായർക്ക് കോഴിക്കോടിൻ്റെ തെരുവിലിറങ്ങി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സമരമേ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അത് പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. ഇവർ സ്കൂളുകൾ പൊളിച്ചെടുക്കുന്നതിനെതിരായി, കുട്ടികൾ തെരുവിൽ പഠിക്കേണ്ടി വരുന്നതിനെതിരായി നടത്തിയ സമരമാണ്. പാഠപുസ്തകമില്ലാത്ത കാലം, സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം എന്തായിരുന്നു? കരിയോയിൽ തേച്ച സ്കൂളുകളിലല്ലേ, പൊതുവിദ്യാലയത്തിൽ ചുമരിൽ തേച്ച സ്കൂളുകളിലല്ലേ നാമൊക്കെ പഠിച്ചത്? അതൊക്കെ മാറി ഇപ്പോൾ ഏറ്റവും മികച്ച സ്കൂളുകളായി മാറിയില്ലേ? കേരളത്തിലെ സ്കൂളുകൾ ഓരോന്നും എടുത്ത് പരിശോധിക്കൂ. ഗവൺമെൻറ് സ്കൂളുകൾ 5 ലക്ഷം കുട്ടികളാണ് ഇവരുടെ കെടുകാര്യസ്ഥ മൂലം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കൊഴിഞ്ഞു പോയത്, TC വാങ്ങിപ്പോയത്. എന്നാൽ 10 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ തിരിച്ചു വന്നിട്ടുണ്ട്. അതിനെ തടയാൻ വേണ്ടി ശ്രമിക്കരുത്, അതിനെ മാറ്റി തീർക്കരുത്. ഇത് ഇപ്പോൾ ഒരു അപകടമുണ്ടായി. രജനീയ സാനന്ദിൻ്റെ മരണം അപകടമായിരുന്നോ? സംസ്ഥാന സർക്കാരിൻ്റെ ഈ സംവിധാനത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന, സിസ്റ്റത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ടല്ലേ എനിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല, ഈ സിസ്റ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തത്? പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കെട്ടിടത്തിൻ്റെ, എൻട്രൻസ് കമ്മീഷണർ കെട്ടിടത്തിൻ്റെ 7ാം നിലയിൽ കയറി അതിൻ്റെ മുകളിൽ നിന്ന് ആത്മഹത്യ ചെയ്യാൻ വണ്ടി വിളിച്ച് അവിടത്തോളം എത്തിയതെന്തിനാണ്? UDFന്റെ ഭരണകാലം അത്രയും സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, ജീവിക്കാൻ വേണ്ടി പറ്റില്ല. ഇന്നത്തെ ഈ സിസ്റ്റത്തിന്റെ ഉത്തരവാദിത്തം ഇന്നത്തെ സർക്കാരിനില്ല എന്ന് അങ്ങ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അല്ല, ഞാൻ അങ്ങേ പൂർണ്ണമായി തുടർച്ചയായി ഇടപെടുകയല്ല. സെറ്റ് ചെയ്ത് വെച്ച ഒരു പാനലുണ്ട്.
ആ പാനലിന്റെ കാര്യമടക്കം ഞാൻ പറയാം. ഞാൻ പ്രകോപിതയാകാൻ തയ്യാറല്ല ശ്രീ സജീഷ്. അല്ല, ഞാൻ തുടർച്ചയായി അങ്ങയുടെ ഓരോ സെന്റൻസിലും ഇതുവരെ ഇടപെട്ടില്ല. ആദ്യ ഒരു നിമിഷം എനിക്ക് അവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ മാധു സമയം തരുമെങ്കിൽ മാത്രം ഞാൻ ഇരിക്കും. ഇല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കണം എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ മാധുവിനോട് ആദ്യമേ പറഞ്ഞതാണ്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ അങ്ങയോട് 2 തവണ 2 ചോദ്യങ്ങൾക്ക് പൂർണ്ണമായി അങ്ങ് മറുപടി പറയുന്നത് വരെ ഞാൻ കാത്തിരുന്നു. മറ്റാർക്കും 2 അവസരം ഉണ്ടായിരുന്നില്ല. രണ്ടല്ല, മുഴുവൻ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയാം. മുഴുവൻ ചോദ്യങ്ങൾക്കും മറുപടി പറയാം. മാധു ആദ്യം ഇവിടെ ഇവർ നിരത്തിവെച്ച, താങ്കൾ സെറ്റ് ചെയ്തു വെച്ച ഈ പാനൽ പറഞ്ഞ കാര്യങ്ങൾക്ക് എനിക്ക് അല്പവാചകത്തിലെങ്കിലും മറുപടി പറയാനുള്ള സാമാന്യമായ ഒരു നീതി ഈ ചർച്ചയിൽ ചില ചർച്ചകളിൽ ശരിയാണ്. ഓരോ വാക്കിനും ഓരോ സെന്റൻസിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടൽ ഉണ്ടാകുന്ന ചർച്ചകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ ചർച്ച അങ്ങനെയല്ല. ഈ ചർച്ച അങ്ങനെയല്ല ഈ നിമിഷം വരെയും പോയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് അതിനെപ്പറ്റി നല്ല ബോധ്യമുള്ള ഒരാളാണ് എന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. ശ്രീ എസ് കെ സജീഷ്, ഞാൻ അങ്ങയുടെ ചർച്ചയിൽ തുടർച്ചയായി ഇടപെട്ട ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഒരു ഉപചോദ്യമൊക്കെ ചോദിക്കാനുള്ള അവസരം അങ്ങ് എനിക്ക് തരണം. അതായത് അങ്ങ് തന്നെ പറയുന്നു ഈ സർക്കാർ നന്നായി പോകരുത് എന്ന്, സർക്കാർ നന്നായി പോകരുത് എന്ന് നല്ല ആഗ്രഹമുള്ള പലരും ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ഏറ്റവും ശക്തിയുള്ള സർവീസ് സംഘടനകൾ തന്നെ LDF-ന്റേത് തന്നെയാണ്. ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ ഇതിനെയൊക്കെ അതിജീവിച്ചാണ് പോകുന്നത് എന്ന് അങ്ങ് പറയുമ്പോൾ, ഏറ്റവും മികച്ച രീതിയിൽ എന്ന് പറയുന്നിടത്താണ് 3ഓ 4ഓ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ഏകോപനമില്ലായ്മയും ഉത്തരവാദിത്തമില്ലായ്മയും സിസ്റ്റം തകർച്ചയും ഈ മരണത്തിന് കാരണമായി എന്ന് വിമർശനം ഉണ്ടാകുന്നത്. ഇനി UDF പ്രതിനിധികളായ 2 പേരുണ്ടായി എന്ന് അങ്ങ് പറയുന്നു. ശരിയാണ്. ഉല്ലാസ് കോവൂരിനെ വിളിച്ചിരിക്കുന്നത് ആ പ്രദേശത്തു നിന്നുള്ള നേതാവ് എന്ന നിലയ്ക്ക് കൂടിയുള്ളതാണ് എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി അങ്ങ് പറയൂ. ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. പക്ഷെ എനിക്ക് പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കണം. താങ്കൾ ചോദിച്ച ചോദ്യം നമ്മൾ തമ്മിലുള്ള സംവാദമായി പോയിട്ടുണ്ട്. ഞാൻ ആ ചോദ്യം കേട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം പറയും. പറഞ്ഞതിന് ശേഷം താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടേ ഞാൻ പോകൂ. അല്ലാതെ എനിക്ക് ഇതിന്റെ ഇടയിൽ വേറെ ഒരു ജോലിയുമില്ല. ഇതിനായിട്ട് തുടർച്ചയായി ഒരു ഉപചോദ്യം പോലും അംഗീകരിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചാൽ കേൾക്കാൻ കഴിയില്ല. അങ്ങ് പറഞ്ഞോളൂ. ആയിക്കോട്ടെ, ഓക്കെ ആയിക്കോട്ടെ. ഞാൻ അത്രയും എന്താണ് ഒരു മോശമായ ഡിബേറ്റിൽ പങ്കെടുക്കുന്ന ആളാണെന്ന് താങ്കൾ വിലയിരുത്തിക്കോളൂ. പക്ഷേ എനിക്കിവിടെ പറയാനുണ്ട്. ഞാൻ ഏതായാലും ഈ സമയത്തിന് അതിന് വന്നാണല്ലോ. ഓക്കെ, പറയട്ടെ. അപ്പോൾ ഒരു കാര്യം, ഈ തർക്കമുണ്ടാക്കുന്ന ചില പ്രയാസങ്ങളുണ്ട്. അത് മാധുവിന് മനസ്സിലാവില്ല. ഇവർ പറഞ്ഞു വെച്ച, ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി വെച്ച നുണകളുണ്ട്. ഇവരുടെ രീതി എന്ത്? ഇവർ വൈകാരികമായി 2 UDF പ്രതിനിധികൾ ഇരുന്നിട്ട് പരസ്പരം വൈകാരികമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് അവരെയൊന്നും പറയാനില്ല. ഇവരുടെ നേതാവായിട്ടുള്ള തിരുവഞ്ചൂർ പണ്ട് ഇതുപോലെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. ആദ്യം ഒരു പ്രളയം വരും, പിന്നെ ഒരു വരൾച്ച വരും, ഉരുൾപൊട്ടൽ വരും. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അധികാരത്തിലും വരും. അങ്ങനെ ഉള്ള മനസ്സായതുകൊണ്ടാണ് നിങ്ങൾ അധികാരത്തിൽ വരണ്ട, നിങ്ങളുടെ മനസ്സതാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചത് എന്ന് നമ്മുടെ മുന്നിൽ അനുഭവമുണ്ട്. ഇവിടെ എന്തെല്ലാമാണ് ചിത്രീകരിക്കുന്നത്? ഭയത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഈ തരത്തിലാണ് ഗവൺമെന്റ് ഇടപെടുന്നത്. ഈ രീതിയിലെല്ലാമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ പറഞ്ഞ് ഇവർ പലയിടത്തും കുടുംബത്തിലുൾപ്പെടെ പോയിട്ട് രാഷ്ട്രീയമായി ഇടപെട്ട് ബിന്ദുവിന്റെ കുടുംബത്തിലും മറ്റു മരണം നടന്ന കുടുംബത്തിലും ഒക്കെ പോയിട്ട് പരമാവധി പരിശ്രമിച്ചു നോക്കി. അതിന് കുടുംബത്തെ പോലും ഇവർക്ക് രാഷ്ട്രീയപരമായി കിട്ടുന്നില്ല എന്നുള്ളതിന്റെ ഒരു പ്രയാസം കൂടി അവർ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ശങ്കുട്ടി ദാസ് സംസാരിച്ച കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരം, BJPയുടെ പ്രതിനിധിയുടെ സംസാരമെല്ലാം കേട്ടാൽ അദ്ദേഹം പറയുകയാണ് സിസ്റ്റം ഞങ്ങൾക്ക് അതീതമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സിസ്റ്റം രാജ്യത്ത് ഒരുപാടുണ്ടല്ലോ ശ്രീ ശങ്കുട്ടി ദാസ്. എന്തേ ഗുജറാത്തിലെ സിസ്റ്റം വർക്ക് ചെയ്യാത്ത സിസ്റ്റമാണോ? എത്രയോ കാലമായി ഒരു കലാപാനന്തരം തുടർച്ചയായി ഒരു വംശഹത്യക്ക് ശേഷം അവിടെ ഗുജറാത്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പാലം നിന്ന നിപ്പിന് പൊളിഞ്ഞു വീഴുകയാണ്. പാലം പൊളിഞ്ഞു വീണിട്ട് 100ഓളം പാലം ഇപ്പം എന്ത് ചെയ്തിരിക്കുകയാണ്? അടച്ചിട്ടിരിക്കുകയാണ്. ഒരു സംസ്ഥാനത്ത് 100 പാലങ്ങളോളം അടച്ചിട്ടിരിക്കുകയാണ്. സിസ്റ്റം ഇങ്ങനെ തൂർന്ന് വീഴുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിമാനാപകടം ഉണ്ടായി. അങ്ങനെ പല കാര്യങ്ങളും സ്വിച്ച് ഓഫായി പോയതാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള സിസ്റ്റം നന്നായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പെഹൽഗാമിൽ അവിടെ ആളുകൾ കൂട്ടക്കൊല ചെയ്യപ്പെടുമ്പോൾ ഒരു സൈനികൻ പോലും ഉണ്ടായിട്ടില്ല. സിസ്റ്റത്തിനകത്ത് ഒരു സൈനികൻ, ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം പോലും ഉണ്ടായിട്ടില്ല. ഒരു കാര്യം, എന്നിട്ട് സിസ്റ്റത്തെക്കുറിച്ച് വാചാലമായി
സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് BJP പ്രതിനിധി. അത് സംസാരിക്കട്ടെ. ഞങ്ങളുടെ ഭാഗത്ത് പോരായ്മയുണ്ടെങ്കിൽ ആ പോരായ്മ അംഗീകരിച്ചുകൊണ്ട് തിരുത്തുകയും തെറ്റായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. അദ്ദേഹം പറഞ്ഞു നിങ്ങളെല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ടല്ലേ അധികാരത്തിൽ വന്നത്. ശരിയാണ്. കേരളത്തിലെ UDF ഭരണത്തിന്റെ കാലത്ത് എല്ലാം തകർന്നു പോയിരുന്നു. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും. രാത്രിയായാൽ ഇതുപോലെ വെളിച്ചത്തിൽ ഇരിക്കാൻ വേണ്ടി കഴിയുമായിരുന്നോ? ഇല്ലായിരുന്നു. 9 വർഷം മുമ്പ് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തകർന്ന് തരിപ്പണമായിരുന്നു. കുട്ടികൾ കൊഴിഞ്ഞു പോയതായിരുന്നു. പാഠപുസ്തകങ്ങളില്ലായിരുന്നു. പരീക്ഷയില്ലായിരുന്നു. അങ്ങനെ ഒരു കാലത്തുനിന്ന് ശരിയാക്കിയതാണ്. ശരിയായിട്ടുണ്ട്. ഇനിയും ശരിയാകേണ്ടതുണ്ട്. അത് ശരിയാക്കുകയും ചെയ്യും. എന്നാൽ ആ കാലത്തേക്കാൾ എത്രയോ മെച്ചപ്പെട്ടതാണ് എന്ന് 10 ലക്ഷം ആളുകൾക്ക്, കുട്ടികൾക്ക് ബോധ്യപ്പെട്ടിട്ടാണല്ലോ അവർ പൊതുവിദ്യാലയത്തിലേക്ക് കടന്നു വരുന്നത്. അതുപോലെ എല്ലാ മേഖലയിലും, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, ആരോഗ്യ മേഖലയിൽ ഈ രാജ്യത്ത് ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും നമ്മൾ ഒരു വിദ്യാലയത്തിൽ നിന്ന് ഷോക്കേറ്റ് ഒരു കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്ത്രീ മരിച്ചതുമായി ബന്ധപ്പെട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ ശസ്ത്രക്രിയ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പോയ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് കേട്ടോ. അങ്ങ് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഇതിന്റെ ഒന്നിനും പേരിലല്ല സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ചു. ഞാൻ പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ സിസ്റ്റത്തിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരുപാട് പ്രശ്നമുണ്ട്. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കി ഇതെല്ലാം ഇല്ലാതാക്കാൻ അവർ നടത്തുന്ന ഒരു ശ്രമം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അത് നിൽക്കുമ്പോഴും ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, UDFന്റെ കാലത്ത് ഈ പറഞ്ഞ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട സ്റ്റെൻഡ് ഇല്ലാത്ത പ്രശ്നമല്ല ഉണ്ടായിരുന്നത്. ഇവിടെ പാരാസെറ്റമോൾ ഗുളിക കിട്ടാനില്ലായിരുന്നു. ആശുപത്രിയിൽ ഡോക്ടറില്ലായിരുന്നു. ഒരു PSCയിലും ഡോക്ടർ ഉണ്ടായിരുന്ന സംവിധാനം ഉണ്ടായിരുന്നില്ല. അതാണ് FSCI 3 ഡോക്ടർമാരുടെ മുഴുവൻ സമയ സേവനം വന്നത്. 107 സ്ഥലത്താണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 8 സ്ഥലത്താണ് UDFന്റെ കാലത്തുണ്ടായിരുന്നത്. ഞാനത് പറയുന്നില്ല. ഞാനതിന്റെ അതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്. അല്ല ഒറ്റ മിനിറ്റ് ഒരു കാര്യം, അവർക്ക് നിങ്ങൾ ഒരുക്കിയ പാനലിന് നിർബാധമായ സമയം നിങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. ഇല്ല, ഞാൻ അങ്ങേക്ക് നൽകിയ ഇത്രയും സമയം വേറെ ആർക്കും നൽകിയിട്ടില്ല. അത് 3 പേർ ഈ പാനലിൽ തന്നെ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അങ്ങേക്ക് തന്നെയാണ് ഞാൻ സമയം തന്നിരിക്കുന്നത്. അതിൽ ശ്രീ SK സജീഷ് ആത്മാർത്ഥമായി അതൊന്ന് പരിശോധിച്ചാൽ അങ്ങേക്ക് പോലും അതിൽ എതിരഭിപ്രായം ഉണ്ടാകില്ല. അത് ഞാൻ പറഞ്ഞു ശ്രീ SK സജീഷ് ഉല്ലാസ് കോവൂരിനെ ആ മേഖലയിൽ നിന്നുള്ള ഒരു നേതാവ് എന്ന നിലയ്ക്കാണ്, കോൺഗ്രസിന്റെ 2 പേരെയല്ല, അദ്ദേഹം UDFന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെയാണ്. ഉല്ലാസ് കോവൂരിനെ ആ മേഖലയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ആ മേഖലയിൽ നിന്ന് കാര്യങ്ങൾ അറിയാവുന്ന ആളുകളെ കിട്ടാനില്ലേ ഞാൻ വിളിച്ചു തരണോ? ഞാൻ ശ്രീ SK സജീഷിനെ അല്ല ഈ ചർച്ചയിലേക്ക് ആദ്യം വിളിക്കുന്നത്, AKG സെന്ററിലേക്കാണ് വിളിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് നൽകുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് ഈ CPMന്റെ പ്രതിനിധിയായി ചർച്ചയിൽ ഒരാൾ പങ്കെടുക്കുന്നത്. അങ്ങനെ തന്നെയാണ്. 2 ആളെ തന്നോ? AKG സെന്ററിൽ ഒരാളെ തരാറുള്ളൂ. AKG സെന്ററിന് ഒരാളെ ചർച്ചയ്ക്ക് കൊടുക്കാറുള്ളൂ. നിങ്ങൾക്ക് UDFന്റെ ഓഫീസിലേക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരാളാണ്. അദ്ദേഹത്തെ തുടക്കത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരാളെ വേണമോ? അല്ല, മാധുവിന് അങ്ങനെ വേണമെങ്കിൽ അവിടെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഒരാളെ വേണമോ? അതെന്താ ഞങ്ങളോട് ചോദിക്കാതെ? അല്ല, ഈ ചോദ്യം മാത്രമേ ഉള്ളൂ. തിരിച്ചു കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമല്ലേ SK സജീഷ്? അല്ല, ഇത് തിരിച്ചു കേൾക്കാൻ വേണ്ടിയുള്ള ചോദ്യമല്ലേ? അതോ അങ്ങയുടെ ചോദ്യം മാത്രം കേൾക്കാൻ കാത്തിരിക്കുന്നവർക്കുള്ള വിരുന്നാണോ? ഇത് അക്ഷയപാത്രമാണോ? ഇതിൽ അവസാനിക്കില്ലേ? അങ്ങ് എന്നോടൊരു ചോദ്യം ചോദിക്കുന്നത് എത്രാമത്തെ തവണയാണ്? എന്തിനാണ് ഉല്ലാസ് കോവൂരിനെ കൂടി വിളിച്ചു വരുത്തിയത് എന്ന് അങ്ങ് ചോദിക്കുന്നു. അതിന് മറുപടി എനിക്ക് പറയാൻ കഴിയില്ലേ? എനിക്ക് പറയാനുള്ള സാവകാശമില്ലേ? ഞാൻ ചോദിക്കുന്നു, പറഞ്ഞോളൂ. തീർച്ചയായും പറഞ്ഞോളൂ. ശ്രീ ഉല്ലാസ് കോവൂരിനെയും ശ്രീ കോവൂർ കുഞ്ഞുമോനെയും 2 വ്യത്യസ്തമായ രാഷ്ട്രീയ ധാരയിലുള്ളവരാണല്ലോ. രാവിലെ മുതൽ ശ്രമിക്കുന്നതാണ്. ഇന്ന് അവിടെ ഈ പറയുന്ന സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് അവർ 2 പേരും തിരക്കിലായിരുന്നു. അവരിൽ നിന്ന് കൃത്യമായ മറുപടി കിട്ടുന്നുമുണ്ടായിരുന്നില്ല. ഈ 3 പേരെ ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷമാണ് ശ്രീ ഉല്ലാസ് കോവൂറുമായി കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം അത് കമ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ഇന്ന് രാവിലെ മുതൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തോട് വളരെ പ്രാദേശികമായ കാര്യമാണ് ചോദിച്ചത്. പൊതു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒറ്റ ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചില്ല. അവിടെ ഇന്ന് ആ 3 ഫേസ് കേബിൾ അഴിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, വളരെ പ്രാദേശികമായ കാര്യമാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രീ ഉല്ലാസ് കോവൂരിനെ വിളിച്ചു വരുത്തിയത്. ഇനി ഒരു മിനിറ്റ്, എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് ഈ പാനലുമായിരിക്കുന്നതെന്ന് ശ്രീ SK സജീഷ്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഞാൻ അങ്ങയോട് 2 തവണ ചോദിക്കുകയും ആ 2 ചോദ്യങ്ങൾക്ക് പൂർണ്ണമായ ഉത്തരം പറയുകയും ചെയ്തത്. അതിനുശേഷം ഓരോ തവണയാണ് ഞാൻ മറ്റെല്ലാ പാനലിസ്റ്റുകളിലേക്ക് പോയത്.
ആ ഒരാൾ കൂടി അധികമായിരിക്കുന്നത് കൊണ്ട് അങ്ങേക്ക് ഒരു അവസരം കൂടുതലായി നൽകണമെന്ന ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ഇത്തവണയും 3 തവണ ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിച്ചു. അങ്ങേക്ക് കൂടുതൽ സമയം തന്നിട്ടുണ്ട്. ആ ബോധ്യം എനിക്കുണ്ട് ശ്രീ എസ് കെ സജീഷ്. ശ്രീ രാജു നായർ അല്ലല്ലോ ഇല്ല എന്ന് അങ്ങ് പറഞ്ഞ പോരാ. എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അങ്ങയോട് 2 തവണ ആദ്യം ചോദിച്ചത്, മറ്റെല്ലാവരിലേക്കും ഓരോ തവണ മാത്രം പോയത്. രണ്ടാമത്തെ തവണയും അങ്ങയിലേക്ക് വരുമ്പോൾ അങ്ങയോട് കൂടുതൽ ചോദ്യം ചോദിക്കും, അങ്ങേക്ക് കൂടുതൽ സമയം തരികയും ചെയ്യുന്നത് ഈ പാനൽ അങ്ങനെ ആയതുകൊണ്ടാണ്, എനിക്ക് ആ ജനാധിപത്യ ബോധ്യം ഉള്ളത് കൊണ്ടാണ് എന്ന് ഞാൻ അങ്ങയോട് വിനയ പുരസ്സരം പറയുന്നു. തെറ്റിദ്ധരിപ്പിക്കരുത്. അങ്ങനെ മാധു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി സ്വീകരിക്കരുത്. ആദ്യം ഞാൻ സംസാരിച്ചു, പിന്നീട് അവർ 3 പേരും സംസാരിച്ചു, എന്നിട്ട് ഞാൻ സംസാരിച്ചു. ഇനി എന്നിൽ നിന്നൊന്നും താങ്കൾ അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ അങ്ങയോട് 2 തവണ പൂർണ്ണമായും ഇടപെടാതെ 2 തവണ അങ്ങേക്ക് സംസാരിക്കാനുള്ള അവസരം നൽകി എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മറ്റ് പാനലിസ്റ്റുകളിൽ ഏറ്റക്കുറച്ചിലുള്ളത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. പറയുന്നതെങ്കിലും ഒന്ന് കേൾക്കൂ.